ബിസിനസ്സുകാരും നമ്മുടെ നാട്ടിലെ ഏതൊരു ബിസിനസ്സുകാരനും ഈ MA യൂസഫലിയെ പോലുള്ള ആളുകളാണെങ്കിലും ജോയി ആലുക്കാസിനെ പോലുള്ള ആളുകളാണെങ്കിലും അവരൊക്കെ ഒരു സക്സസ് ആവുന്നതിന്റെ ഒരു റേഷ്യോ ഉണ്ടായിരിക്കും. അപ്പൊ ഏതൊരു ബിസിനസ്സിലും പ്രത്യേകിച്ച് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ സക്സസ് ആവണമെങ്കിൽ പ്രധാനമായിട്ടും ഒരു 5 ഘടകങ്ങളുണ്ട്. ഈ 5 ഘടകത്തെ കുറിച്ചാണ് ഞാനിപ്പോ പ്രധാനമായിട്ടൊന്ന് പറയുന്നത്. അതില് നമ്മളെ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു മുൻജന്മ സുഹൃത്തം കൊണ്ടോ ഒക്കെ 3 കാര്യങ്ങൾ ഓൾറെഡി കമ്പനി നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കി 2 കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കിയാൽ മതി. അല്ല, ആദ്യത്തെ ഒരു കാര്യം, ഒരു ബിസിനസ്സിൽ സക്സസ് ആകണമെങ്കിൽ ആദ്യത്തെ ഒരു കാര്യം ടൈമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു മേഖലയ്ക്ക് കൊടുക്കുന്ന സമയമാണ് ഈ ബിസിനസ്സിൽ സക്സസ് ആവുന്നതിന്റെ ആദ്യത്തെ കാര്യം. നമുക്ക് ആർക്കും തന്നെ പിടിച്ചു വെക്കാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലോ സമയം. നമ്മളെല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ കൈവച്ചൊന്ന് പറഞ്ഞു നോക്കുക, ഞാൻ ഈ ബിസിനസ്സിന് വേണ്ടി എത്ര സമയം മാറ്റിവെക്കുന്നുണ്ട്. പല ആളുകളും പറഞ്ഞു കേൾക്കാം, സാറേ ഞാൻ 2 വർഷമായി, ഞാൻ 3 വർഷമായി, ഞാൻ 4 വർഷമായി, എനിക്ക് ഇതിലൂടെ വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ആ പറയുന്ന ആളുകൾ ചിന്തിച്ചു നോക്കിയാൽ മതി, നമ്മൾ എത്ര സമയം ഈ ബിസിനസ്സിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹം ഒരു 8 മണിക്കൂർ ആ മേഖലയിൽ മാറ്റിവെക്കുമല്ലോ. ഒരു 10 മണി മുതൽ 5 മണി വരെ ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ അല്ലേ അവിടെ നമുക്കൊരു മാസം സാലറി കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കാരനെ സംബന്ധിച്ച് രാവിലെ 8 മണി മുതൽ ഒരു വൈകുന്നേരം 3 മണിയോ 4 മണി വരെ ജോലിക്ക് പോയാലല്ലേ അദ്ദേഹത്തിന് ഒരു ദിവസത്തെ കൂലി കിട്ടുന്നത്. അപ്പൊ ഒരു 7 8 മണിക്കൂറോ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് നമുക്ക് അവിടുന്ന് കൂലിയോ അല്ലെങ്കിൽ സാലറിയോ കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഒരു 2 മണിക്കൂറിനും 3 മണിക്കൂറൊക്കെ മാറ്റിവെക്കുന്ന എത്ര ആളുണ്ട് ഡെയിലി? ഒരു 4 മണിക്കൂറെങ്കിലും മിനിമം ഈ ബിസിനസിന് വേണ്ടി ഡെയിലി മാറ്റിവെക്കുന്ന എത്ര ആളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈവക്കാൻ പറഞ്ഞാൽ വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവുള്ളൂ. അപ്പം ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ ഈ ബിസിനസിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാവുക എന്നതാണ് ഇതിൽ സക്സസ് ആവാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത് എപ്പോൾ സമയമാവാം, രാവിലെ ആയിരിക്കാം, വൈകുന്നേരം ആയിരിക്കാം, ഉച്ചയ്ക്കായിരിക്കാം, രാത്രി ആയിരിക്കാം. അത് നമ്മളെ ആസ്പെർ സമയം. ലേഡീസിനൊക്കെ സംബന്ധിച്ച് രാത്രിയിൽ ബിസിനസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ആ സമയം എന്ത് ചെയ്യുക, പരമാവധി വർക്ക് രാവിലെ അത് കണക്ട് ചെയ്യാം. ഒരു 4 മണിക്കൂർ നമ്മൾ മറ്റു മേഖലയിൽ ചെയ്യുന്ന സമയത്തിന്റെ ഒരു പകുതി സമയം നമ്മൾ ഇതിനെ മാറ്റിവെക്കാൻ തയ്യാറായാൽ അവിടെ കിട്ടുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് നേട്ടം ഇതിലുണ്ടാക്കാൻ പറ്റും. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം നമുക്ക് ഈ ബിസിനസിന് വേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കാനുള്ളതാണ്. ഇതിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സമയം തന്നെയാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ സമയമാണ്. അപ്പൊ ഡെയിലി ഒരു 4 മണിക്കൂർ നമ്മൾ ഈ ബിസിനസിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാവുക എന്നാണ് ആദ്യത്തെ ഈ ബിസിനസ് സക്സസ് ആവാൻ ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കുക എന്നതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഏതൊരു മേഖലയിൽ സക്സസ് ആവാൻ രണ്ടാമത് ചെയ്യേണ്ട കാര്യം നമ്മുടെ സ്കില്ല് കൂട്ടുക. ഈ സ്കില്ല് കൂട്ടുക എന്നുള്ള ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം നമ്മളെല്ലാവരും ഇതിലൂടെ വലിയ കഴിവുകൾ ഉണ്ടായിട്ട് വന്ന ആളുകളായിരിക്കില്ല. പക്ഷെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ സ്കില്ല് കൂട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, നമുക്ക് കിട്ടിയ ഒരു അവസരം മറ്റുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക. അതിപ്പം കോഴിക്കോട് GTS സെന്ററിൽ പറഞ്ഞ പോലെയോ മലപ്പുറം GTS സെന്ററിൽ പറഞ്ഞ പോലെയോ ഒന്നും എല്ലാവർക്കും പറയാൻ പറ്റിയെന്ന് വരില്ല. ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഓപ്പർച്യൂണിറ്റി പറയാൻ പറ്റുക, അത്രയേ ഉള്ളൂ. അത് നമ്മളെ പഴയ കഴിവുകളായിരിക്കാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഉമർ ഉസ്താദിനെ തിരൂർ വെച്ച സമയത്ത് പറഞ്ഞു, ഇപ്പൊ രജിസ്ട്രാർ പറഞ്ഞ പോലെ ഇപ്പൊ എനിക്ക് GTS പറയാനൊന്നും പറ്റില്ല, പക്ഷെ ഞാൻ ഒരു കാര്യം കൃത്യമായിട്ട് ഒരു കസ്റ്റമറിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അത് മതി, അത്രേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. നമ്മൾക്ക് കിട്ടിയ ഒരു അവസരം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കുക. അത് നമ്മൾക്ക് ഒരു പക്ഷേ തുടക്കത്തിൽ ആർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് കുറേശ്ശെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കഴിവുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ ഓർഗനൈസേഷനിൽ കൊണ്ടുവരിക. അപ്പൊ ഇതില് രണ്ടാമത് ഒരു മേഖല സക്സസ് ആവാൻ, ഈ ബിസിനസ് അല്ല ഏത് മേഖല സക്സസ് ആവാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ സ്കില്ല് കൂട്ടുക, സ്കില്ല് വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇപ്പൊ ഒരുപാട് സംസാരിക്കുക എന്നല്ല ഈ ബിസിനസ്. പല ആൾക്കാർ പറയും, സാറേ എനിക്ക് സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ സ്ഥാനം കൊടുത്തത് പരിചയമില്ല. ഇതിൽ അങ്ങനെ ഒന്നും വേണ്ട. നമ്മളെ സംസാരിക്കാനുള്ള കഴിവല്ല ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ സെയിൽ ക്ലോസിംഗ് എന്ന് പറയുന്നത്. നമ്മളെ മുന്നിലുള്ള ഒരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റുക എന്നതാണ്. അവർക്ക് നമ്മളെ ഉൽപ്പന്നങ്ങളും നമ്മളെ കൺസെപ്റ്റും ബിസിനസ്സും ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് രണ്ടാമത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് സ്കിൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഒരുപാട് സംസാരിക്കുക, ഒരുപാട് അറിവുണ്ടാക്കുക ഒന്നുമല്ല. നമ്മുടെ സത്യമാഷ് പറഞ്ഞ പോലെ തന്നെ ഹെയർ ഓയിലിന്റെ വേര് എന്തിനാന്ന് ചോദിച്ചാൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് അതൊന്നും കൂടുതലായിട്ട് പഠിക്കാൻ പോകണ്ട. നമുക്ക് ബേസിക് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് കൊടുത്താൽ ആൾക്കാർക്ക് എന്ത് വേണം, എന്ത് സംഭവിക്കും, ഒരു പ്രൊഡക്റ്റ് എന്തിനാണ് കൊടുക്കണം, മുട്ടുവേനയ്ക്ക് ഒരു പ്രൊഡക്റ്റ് ചോദിച്ചാൽ എന്തൊക്കെ കൊടുക്കണം, തൈറോയിഡിന് ഒരു പ്രൊഡക്റ്റ് ചോദിച്ചാൽ എന്തൊക്കെ കൊടുക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടായാൽ മതി. അതാണ് സ്കില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യത്തെ ഒരു കാര്യം സമയവും,
രണ്ടാമത്തെ കാര്യം സ്കില്ലുമാണ്. ഈ 2 കാര്യങ്ങളാണ് ഈ ബിസിനസ് സക്സസ് ആവാൻ നമ്മൾ സ്വയം കണ്ടെത്തേണ്ട സംഗതികൾ. ബാക്കി 3 കാര്യങ്ങള് ദൈവം സഹായിച്ച് നമുക്ക് കമ്പനി ഓൾറെഡി തന്നിട്ടുണ്ട്. അതില് മൂന്നാമത്തെ കാര്യം പറയുന്നത് ഒരു മേഖലയിൽ ഒരു ബിസിനസ്സുകാരൻ സക്സസ് ആവാൻ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം പ്രൊഡക്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റ് ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് അതിന്റെ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ മാത്രമാണ് ആ കമ്പനിക്ക് സക്സസ് ആവാൻ സാധിക്കുള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച സർട്ടിഫിക്കേഷൻ ഉള്ള ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും ടോപ്പ് സർട്ടിഫിക്കേഷൻ, അതിന്റെ മുകളിൽ സർട്ടിഫിക്കേഷൻ ഇല്ല ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു കൊടുത്ത ഒരാൾക്ക് പോലും ഒരു സൈഡ് എഫക്റ്റും വരാത്ത അത്രയും ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകൾ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആ പ്രൊഡക്റ്റ് ആളുകൾക്ക് എത്തിക്കുക എന്ന ഡ്യൂട്ടിയാണ് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ ഈ പ്രൊഡക്റ്റ് എത്തിക്കണമെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ബേസിക് അറിവ് നമുക്ക് വേണ്ടേ. പല ആളുകളും പ്രൊഡക്റ്റ് കൊടുക്കാൻ പേടിക്കുന്നത് ഈ പ്രൊഡക്റ്റ് കൊടുത്താൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടികൊണ്ടാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, നമ്മളൊന്ന് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കുക. നമ്മൾ ഉപയോഗിച്ച ഒരു പ്രൊഡക്റ്റ് പറയുന്ന സമയത്ത് നമുക്ക് 100 നാവായിരിക്കും. ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കൊടുത്ത കവചപ്രാശയായിരുന്നു. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പ്രൊഡക്റ്റ് കവചപ്രാശ. അതുകൊണ്ട് കവചപ്രാശ വരുന്ന സമയത്ത് എനിക്ക് 100 നാവാ. അതേപോലെ നമ്മളെ പ്രൊഡക്റ്റുകൾ നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഇന്ന് നമ്മളെല്ലാ പ്രൊഡക്റ്റിനും ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് പറയുന്നത് എനിക്കൊരു മടിയുമില്ല. നമ്മളെ പ്രൊഡക്റ്റ് പല ആൾക്കാരും പേസ്റ്റ് കൊടുക്കും, ഒഡിക്കിനും കൊടുക്കും, നോവേദന ക്യാപ്സൂൾ കൊടുക്കും, ചാമ്പിത്തരം കൊടുക്കും. പക്ഷെ ഉള്ളിലേക്ക് കഴിക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് പോലും പല ആൾക്കാരും കൊടുക്കില്ല. പേടിയാ അവർക്ക് എന്തെങ്കിലും കഴിച്ചെന്ത് സംഭവിച്ചാലോ. അപ്പൊ നമ്മൾ മനസ്സിലായ കാര്യം, നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഒരാൾക്കും ഒന്നും സംഭവിക്കില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. കാരണം നമ്മൾ മരുന്ന് കൊടുക്കുന്ന കച്ചവടക്കാരല്ല. നമ്മൾ കൊടുക്കുന്നതൊക്കെ വെൽനസ് ഉൽപ്പന്നങ്ങളാ, ആൾക്ക് ആവശ്യമുള്ള ഫുഡ് സപ്ലിമെന്ററികളാ. അതുകൊണ്ട് തന്നെ നമ്മളെ പ്രൊഡക്റ്റ് 100% വിശ്വാസത്തോട് കൊടുക്കാൻ പറ്റും. അപ്പോ നമ്മളെ സംബന്ധിച്ച് ആ പ്രൊഡക്റ്റ് നല്ലൊരു പ്രൊഡക്റ്റ് കമ്പനി നമുക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി പ്രൊഡക്റ്റ് അതേ പ്രാധാന്യമാണ്. നാലാമത്തെ കാര്യം സർവീസ്. ഇവിടെയാണ് പല ആൾക്കാർക്കും പാളിച്ച പറ്റുന്നത്. ഒരു ബിസിനസ്സിൽ സക്സസ് ആവണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നാലാമത്തെ ഘടകമാണ് സർവീസ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആ പ്രൊഡക്റ്റ് കൊണ്ട് മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കലല്ല, ആ പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയോ എന്നൊരു കോൾ നമ്മൾ ചെയ്യണം. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഇപ്പൊ അംസാക്ക് ഞാൻ കാണുന്നു. അംസാക്കിനെ സംബന്ധിച്ച് ഇപ്പൊ അംസാക്ക് ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുത്തു, എനിക്ക് പ്രൊഡക്റ്റ് തന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അംസാക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം, ഇപ്പൊ ഇന്നാണ് എനിക്ക് തന്നതെങ്കിൽ നാളെ തന്നെ എന്നെ ഒന്ന് വിളിച്ചു നോക്കാം, രജിസ്റ്റർ ഞാൻ ഇന്ന് തന്ന പ്രൊഡക്റ്റ് കഴിക്കാൻ തുടങ്ങിയോ. അപ്പോ പലപ്പോഴും ഞാൻ ചിലപ്പോൾ അത് മറന്നുപോയിട്ടുണ്ടാവും. കാരണം എനിക്ക് വേറെ കുറെ ഇതിനിടയ്ക്കായിരിക്കും പ്രൊഡക്റ്റ് ഒന്നുണ്ടാവും. അപ്പൊ ഞാനത് തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോ വിളിക്കുന്ന സമയത്ത് ശരിയാണല്ലോ, എനിക്ക് പ്രൊഡക്റ്റ് ഉപയോഗിക്കണമല്ലോ, അങ്ങനെ ഉപയോഗിച്ചു ഒന്ന് വിളിച്ചു നോക്കുക, തുടങ്ങിയൊന്ന് വിളിച്ചു നോക്കുക. പലപ്പോഴും ഒരു മാസത്തേക്കുള്ള പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ക്യാപ്സൂൾ കൊടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാരും 45 ദിവസം കൊണ്ട് 2 മാസം കൊണ്ടൊക്കെ കഴിച്ചു തീർക്കുന്നത്. പല ആൾക്കാരും മറന്നു പോവുകയാണ്. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് പിറ്റേ ദിവസം തന്നെ വിളിച്ചു നോക്കുക, ഉപയോഗിച്ച് തുടങ്ങിയോ. രണ്ടാമത് ചെയ്യേണ്ട കാര്യം, നമ്മൾ പല ആൾക്കാർക്കും പ്രൊഡക്റ്റ് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രൊഡക്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടോ കൂടെ തന്നെ ആരെങ്കിലും ഒരാള് നമ്മളെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും നെഗറ്റീവ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പോയിട്ട് അതൊന്ന് ക്ലിയർ ചെയ്യണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം, ഞാൻ പേഴ്സണലായിട്ട് നേരിട്ട് കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പേ ഞാൻ നേരിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തു. ആ പ്രൊഡക്റ്റ് കൊടുത്ത സമയത്ത് അവരെ മകൾക്ക് മുഖത്ത് ഒരുപാട് പിമ്പിൾസ് ഉണ്ടെന്ന്, മോക്കുരുണ്ടെന്ന്. അപ്പൊ മോക്കുരു ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ബിസിനസ് തുടക്കത്തിൽ ഉപയോഗിച്ച ഒരു പ്രൊഡക്റ്റായിരുന്നു മോക്കുരുവിനെ ബ്ലഡ് പ്യൂരിഫയർ. ബെല്ലി സാറ് എനിക്ക് തന്നൊരു പ്രൊഡക്റ്റ്. എന്റെ മുഖത്ത് ഒരുപാട് കുരുക്കൾ ഉണ്ടാവുക, എന്റെ മൂക്കിലൊക്കെ വലിയ കുരു വരും, മൂക്കില് നെറ്റിയിലൊക്കെ വലിയ കുരു വരും. അപ്പൊ എന്നെ തുടക്കത്തിൽ കളിയാക്കി ഹെഡ്ലൈറ്റ് എന്നൊക്കെ വിളിക്കാം, ഹെഡ്ലൈറ്റ് പോലെ അങ്ങനെ കുരു വരും. അപ്പൊ ആ സമയത്ത് ബെല്ലി സാർ എനിക്ക് തന്നൊരു പ്രൊഡക്റ്റ് ആയിരുന്നു ബ്ലഡ് പ്യൂരിഫയർ. ഈ ബ്ലഡ് പ്യൂരിഫയർ ഞാൻ കഴിച്ച സമയത്ത് എന്നെ സംബന്ധിച്ച് എന്റെ മുഖക്കുരു അധികമായി. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് പേടിയായി. കാരണം ഇത് മുഖം നമ്മളെപ്പോഴും എല്ലാവരും മുന്നിൽ പോകുന്ന ആൾക്കാർ, അപ്പൊ മുഖത്ത് കുരുക്കൾ അധിക സമയത്ത് പേടിയായി. അപ്പൊ ഞാൻ ബെല്ലി സാറ് വിളിച്ചു, സാറേ ഇത് മുഖക്കുരു അധികമാവുന്നുണ്ടല്ലോ. അപ്പൊ ബെല്ലി സാർ പറഞ്ഞു, അത് അങ്ങനെ തന്നെയാണോ, 2 മാസമൊക്കെ ചിലപ്പം ഉള്ളിലുള്ള, എന്നോട് രക്തം ദാനം ചെയ്തിട്ടുണ്ടോ, ഞാൻ രക്തം ദാനം ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഉള്ളിലുള്ള ഈ അശുദ്ധ രക്തങ്ങളൊക്കെ പുറന്തള്ളുകൊണ്ട് വരുന്നതാണ്, പേടിക്കേണ്ട പറഞ്ഞു. അങ്ങനെ ഒരു 3 മാസം 4 മാസം ഉപയോഗിച്ച സമയത്ത് എന്റെ മോക്കുരു ക്ലിയർ ആയി. ഇപ്പൊ അങ്ങനെ മോക്കുരൊന്നും അങ്ങനെ വരാറില്ല. അപ്പൊ അതേപോലെ ഈ അനുഭവം എനിക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ ലേഡീന്റെ മകളോട് പറഞ്ഞു, കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോ ഒന്ന് അധികമാവും, പേടിക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് കണ്ടിന്യൂസ് ചെയ്തോണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തു. സ്വാഭാവികമായിട്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച ഞാൻ വിളിച്ചു ചോദിച്ചു ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അവര് തന്നെ അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിന് കൂടെ ഞാൻ നീം സോപ്പ്, നമ്മളെ ഫെയർനെസ് ക്രീം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോ 2 ആഴ്ച കഴിഞ്ഞപ്പം ഞാൻ വിളിച്ചപ്പോ അവര് പറഞ്ഞു ഇപ്പൊ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. മോള് ഇപ്പൊ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അവനോട് പറഞ്ഞു അവരുടെ മുഖത്ത് കുരുക്കൾ അധികം ആവുന്നുണ്ട്, അതുകൊണ്ട് അവർ ഉപയോഗിക്കുന്നില്ല. ഞാൻ പറഞ്ഞു സ്വാഭാവികം, ഞാൻ പറഞ്ഞതല്ലേ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ ഒന്നും മുഖക്കുരു അധികമാവും, പേടിക്കണ്ട, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോണ്ടല്ലേ. അല്ല, മകള് കോളേജിൽ പോകുന്നതാണ്, അവൾക്ക് ഇനി ഉപയോഗിക്കുന്നില്ല എന്ന്. അപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെ വീട്ടിൽ പോയി സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ കഴിഞ്ഞപ്പം ബ്ലഡ് പ്യൂരിഫൈ അവർ ഉപയോഗിക്കുന്നില്ല, എന്ത് ചെയ്യാം, ആ പ്രൊഡക്റ്റ് ഞാൻ തിരിച്ചെടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രൊഡക്റ്റ് എനിക്ക് തന്നേക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 3 ബോട്ടിലെ ബ്ലഡ് പ്യൂരിഫയറാണ് കൊടുത്തത്. ഞാൻ കൊടുക്കുകയാണെങ്കിൽ 1 മാസത്തേക്കുള്ള കോഴ്സ് ആയിട്ടാണ് കൊടുക്കുക. അങ്ങനെ 3 ബോട്ടിൽ കൊടുത്ത് തിരിച്ചു വാങ്ങാൻ വേണ്ടി തന്നപ്പോ സമയത്ത് 2 ബോട്ടിലേ ഉണ്ടാവുള്ളൂ. ഒരു ബോട്ടിൽ ഒരു പൊട്ടിച്ചുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു 2 ബോട്ടിൽ മതി പറഞ്ഞു. അപ്പൊ അവർ 3 ബോട്ടിൽ എനിക്ക് കൊണ്ടുതന്നു. അവ 3 ബോട്ടിലും നോക്കിയ സമയത്ത് 3 ബോട്ടിലും പൊട്ടിച്ചിട്ടില്ല. അപ്പൊ ആ പ്രൊഡക്റ്റ് അവർ ഉപയോഗിക്കാതെയാണ് എന്നോട് പറഞ്ഞത് മുഖക്കുരു അധികമായിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ക്ലിയർ ആയിട്ട് സംസാരിച്ചോണ്ടല്ലേ ഇങ്ങനെ സംഭവം ഉണ്ടായത്. അവർ പൊട്ടിക്കാതെയാണ് പറഞ്ഞല്ലേ, ഇല്ലെങ്കിൽ അവർ പറയാൻ എന്താ നമ്മള് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഇത് അധികമായി എന്ന് പറയും. അപ്പൊ ഇതേപോലെ നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുത്ത് ആരെങ്കിലും എന്തെങ്കിലും കംപ്ലൈന്റ് പറയുന്ന സമയത്ത്, എന്തെങ്കിലും പറഞ്ഞ സമയത്ത് നേരിട്ട് അവർ പോയി കണ്ടിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് അവർ ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എന്നിട്ടായിരിക്കും പറയാ മുട്ടുവേദന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് വേദന അധികമായി, വെൽഹാർട്ട് ഉപയോഗിച്ചിട്ട് കിടപ്പ് കൂടി, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് പൊലിപ്പോൾ ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കൃത്യമായിട്ടൊരു സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കൃത്യമായിട്ടൊരു കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും പ്രൊഡക്റ്റിനെ പറ്റി കംപ്ലൈന്റ് വരുന്ന സമയത്ത് നമ്മളെ ഒരു അപ്ലൈ ലീഡറെ കൂട്ടി അവരെ വീട്ടിൽ പോയിട്ട് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറ്റും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ കൊടുത്തൊരു നോവേദന ക്യാപ്സൂൾ കഴിച്ചപ്പോൾ 1 വേദന അധികമായി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അവളെ വീട്ടിൽ അവരെ പോയി നേരിട്ട് പോയി സംസാരിച്ചപ്പോ പറഞ്ഞു ഇത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് ഷുഗറുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ 1 വേദന അധികമാവും, പേടിക്കേണ്ട പറഞ്ഞപ്പോൾ അവർ വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പൊ അത് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളത് പോയിട്ടില്ലെങ്കിൽ പിന്നെ അവർ ഉപയോഗിക്കില്ല, അവർ മാക്സിമം നെഗറ്റീവ് പറയും പ്രൊഡക്റ്റ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട 4ാമത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മളൊരു മികച്ച സർവീസ് കൊടുക്കാനുള്ളത്. 5ാമത് ഒരു മേഖലയിൽ സക്സസ് ആവാൻ വേണ്ട മറ്റൊരു കാര്യമാണ് ഒരു കൺസെപ്റ്റ് നമ്മളെ കയ്യിലുണ്ടായിരിക്കുകയാണത്. നല്ലൊരു കൺസെപ്റ്റ് നമ്മൾ പറയുമ്പോൾ ബെല്ലി സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നല്ലൊരു വിത്ത് നമ്മളെ കയ്യിലുണ്ട്. ആ വിത്ത് നമുക്ക് നല്ലൊരു എന്താ പറയുക, വിത്ത് വളരാനുള്ള നല്ലൊരു ഇടമില്ലെങ്കിൽ ആ നല്ലൊരു വിത്താണെങ്കിലും കാര്യമില്ല. അതേപോലെ നമുക്ക് ഒരു മേഖലയിൽ സക്സസ് ആവണമെങ്കിൽ നല്ലൊരു കൺസെപ്റ്റും കൂടി വേണം. ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും ഗ്രോത്ത് കാണിക്കുന്ന, ലോകത്തിലെ ഏറ്റവും മികച്ച 5 ഇൻഡസ്ട്രികൾ ഒന്നാണ് ഡയറക്ട് സെല്ലിംഗ് മേഖല. ആ മേഖലയിലേക്ക്, ആ കൺസെപ്റ്റിലേക്കാണ് നമ്മളൊക്കെ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ വന്നിരിക്കുന്നത്. അപ്പൊ ആ കിട്ടിയ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഘടകം. ഇവിടെ നമ്മളുടേതായിട്ടുള്ള പ്രത്യേകിച്ചുള്ള തിയറികളൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട. ഇതിൽ സക്സസ് ആയിട്ടുള്ള കുറെ ആളുകളുണ്ട്. അവര് പറയുന്ന കാര്യങ്ങൾ ഒന്ന് കൃത്യമായിട്ട് ഒന്ന് ചിട്ടയോട് കൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മേഖലയിൽ സക്സസ് ആവാൻ പറ്റും. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഘടകം ഒരു ഗോൾ സെറ്റ് ചെയ്യാനുള്ളതാണ്. ഇന്ന് പല ആളുകളും ഇപ്പൊ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ, പ്രത്യേകിച്ച് മൈലേഷ്യയിലൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വിട്ടുപോകാൻ ഈസിയാ, ചെയ്യാതിരിക്കാൻ ഈസിയാ. കാരണം ചെയ്യാതിരിക്കാൻ എന്താ, ഞാൻ ചെയ്യുന്നില്ല ഒറ്റ കാര്യം പറഞ്ഞു, ചെയ്യാനാണ് ബുദ്ധിമുട്ട്. അപ്പൊ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് മാറ്റം നമ്മൾ വരുത്തണം. ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഇന്ന് പല ആളുകളും ഈ മേഖലയെ വിട്ടുപോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകം കൃത്യമായ ഒരു ഗോള് അവർക്കില്ലാത്ത, ഒരു ലക്ഷ്യം, ഒരു ഫോക്കസ് ഇല്ലാത്തതാണ്. ഒരു കൃത്യമായ ഒരു ലക്ഷ്യം വെച്ചൊരു വ്യക്തി ഈ ബിസിനസ് വിട്ടുപോവില്ല. കാരണം അവർക്കൊരു ടാർഗറ്റ് ഉണ്ട്, ആ മേഖല എത്തണം. അപ്പൊ നമ്മളെ ബിസിനസിന്റെ ഏറ്റവും ആത്യന്തികമായ ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ വീക്കിലി ഇൻകം തന്നെയാണ്. ഒരുപാട് മോട്ടിവേഷൻ ട്രെയിനിങ് കേട്ടതുകൊണ്ടോ ഒരുപാട് പ്രോഗ്രാം മറ്റേതുകൊണ്ടോ ഈ ബിസിനസ്സിൽ ഒരുപാട് ആൾക്കാർ നിൽക്കണമെന്നൊന്നുമില്ല. പക്ഷെ ബേസിക് ആയിട്ടുള്ള ഒരു ലക്ഷ്യം, ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് ആ ബേസിക് ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ വീക്കിലി ഇൻകം തന്നെ ആയിരിക്കണം. വീക്കിലി വലിയ ഇൻകം 2,10,000 നിങ്ങൾ നാളെ തന്നെ, അടുത്ത മാസം തന്നെ, അടുത്ത വർഷത്തെ വാങ്ങണമെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. ബേസിക് ആയിട്ടുള്ള ഇൻകം, ഓരോ റാങ്കിലും നമുക്ക് ലഭിക്കേണ്ട ഒരു ബേസിക് ഇൻകം ഉണ്ട്. അതിന് നിങ്ങൾ നിർബന്ധമായിട്ടും മേടിക്കാനുള്ള സാധ്യത ഉണ്ടാക്കുക. അതിന് മേലെ നിങ്ങൾ എത്ര മേടിച്ചോ, ഇപ്പൊ ഒരു TCന്റെ താഴെയുള്ള ആളുകൾ, TCക്ക് താഴെയുള്ള ആളുകൾ ഒരു മിനിമം ഇൻകം ഒരു 500 രൂപ, ഇപ്പൊ എത്ര ആൾക്കാർ, ഒരു സ്റ്റാർ റാങ്ക് ഉള്ള ആള് എല്ലാ ആഴ്ച 500 രൂപ മേടിക്കുന്ന എത്ര ആളുണ്ട്? അങ്ങനെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ വീക്കിൽ ഒരു 500 രൂപ എല്ലാ ആഴ്ചയും മേടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. 500 മേടിച്ച് കഴിഞ്ഞാൽ 1000 ആക്കി മാറ്റിയിട്ട് ആദ്യത്തെ ഒരു റൂബി ലീഡർ പറയാം ഞാൻ എല്ലാ ആഴ്ച ഒരു 1000 രൂപ ഇൻകം കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ബേസിക് ആയ ഇൻകം നമ്മൾ ടാർഗറ്റ് ചെയ്യാം. ഒരു TC ലീഡർ ആണെങ്കിൽ ഒരാഴ്ച ഏറ്റവും മിനിമം ഒരു 1000 രൂപയെങ്കിലും എല്ലാ ആഴ്ചയും മേടിക്കേണ്ട ഉറപ്പുവരുത്തുക. ഒരു TC ഒരു മാസം 4000 രൂപ ഇൻകം മേടിച്ചില്ലെങ്കിൽ ആ TC ആണ് പറയുന്നത് എന്താണ് അർത്ഥമുള്ളത്? അപ്പൊ ഒരാഴ്ച ഒരു 1000 രൂപ ഇൻകം ഒരു TC ലീഡർ റെഗുലർ ആയിട്ട്
ഒരാഴ്ച പോലും കട്ടാവാതെ, ഒരാഴ്ച പോലും മുടങ്ങാതെ മേടിക്കാനുള്ളതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ ലക്ഷ്യം. ഒരു ATC ആണെങ്കിൽ ഒരു 1500 രൂപ, ഒരു DTC ആണെങ്കിൽ ഒരു 2000 രൂപ മിനിമം. അതിന് മേലെ നിങ്ങൾ എത്ര മേടിച്ചോ, പക്ഷെ 2000 രൂപ ഒരു മിനിമം ഒരാഴ്ച മേടിക്കാം. ഒരു ZDC 2500 രൂപയും ഒരു STC ഒരു 3000 രൂപയെങ്കിലും മിനിമം വീക്ക്ലി ഇൻകം നമ്മൾ ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് റെഗുലർ ആക്കി കഴിഞ്ഞാൽ ബാക്കി വലിയ ഇൻകത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റും. അതിനെ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ടു ഡു ലിസ്റ്റ് എന്ന് പറയും. നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യാം. പല ആളുകൾക്കുള്ള പ്രശ്നം എന്താ വെച്ചാല് നാളെ ചെയ്യാം മാറ്റി വെക്കുന്നുണ്ടാവും. അപ്പം ടു ഡു ലിസ്റ്റ്, ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യാം. അപ്പൊ നമുക്കിപ്പോ നാളെ ഒരു വർക്ക് ഉണ്ട്. ആ നാളെ വർക്ക് ചെയ്യേണ്ടത്, ഞാൻ നാളെ എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഇന്ന് രാത്രി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നാളെ എവിടെ പോകണം, ഞാൻ നാളെ ആരുടെ കൂടെയാണ് വർക്ക് എടുക്കേണ്ടത്, ഞാൻ നാളെ ഏത് ഫോളോ അപ്പിലാണ് പോകേണ്ടത്, ഞാൻ നാളെ ഏത് ഹോം മീറ്റിംഗ് ആണ് എടുക്കേണ്ടത്, ഞാൻ നാളെ ആർക്കൊക്കെ പുതിയ വർക്ക് കൊടുക്കണം, ഞാൻ നാളെ ആർക്കൊക്കെ പ്രൊഡക്റ്റ് കൊടുക്കണം. ഇങ്ങനെയുള്ള ഒരു ചാർട്ട് നമ്മൾ എന്ത് ചെയ്യാം, നാളത്തെ വർക്കിന്റെ ചാർട്ട് ഇന്ന് തന്നെ തയ്യാറാക്കുക. അങ്ങനെ നമ്മൾ തയ്യാറാക്കി പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് വർക്ക് ഉണ്ടായിരിക്കും. ഇന്ന് പല ആൾക്കാർക്കുള്ള പ്രശ്നം എന്താ അറിയോ, സാറേ എനിക്ക് വർക്കില്ല, ഇനി ആരും വർക്കിനെ വിളിച്ചില്ല, എനിക്ക് വർക്കില്ല. ആരും നമുക്ക് ഇങ്ങോട്ട് വർക്ക് കൊണ്ടുവരുന്നില്ലല്ലോ. നമ്മൾ അങ്ങോട്ട് നമ്മുടെ ടീമിനോട് പോയിട്ട് ഇന്ന് ആരൊക്കെ വർക്കുകളാണുള്ളത്, ടീമിന്റെ വർക്കുകളൊക്കെ ചാർട്ട് ചെയ്ത് കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വർക്ക് ഉണ്ടാവും. അല്ലാണ്ട് നമുക്ക് ഇങ്ങോട്ട് വർക്ക് വരട്ടെ, ടീം എന്നെ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് വെച്ചിരുന്നാൽ ഒരു പക്ഷേ നമുക്ക് വർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നാളത്തെ വർക്ക് നമ്മൾ ഇന്ന് തന്നെ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൃത്യമായിട്ട് വർക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ, ഒരു ഡിസിപ്ലിൻ ഉള്ള ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. ഡിസിപ്ലിൻ ഉള്ള ടീമിന് എന്താ പ്രധാനപ്പെട്ട പ്രത്യേകത, എന്നും വർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഡിസിപ്ലിൻ ഉള്ള ഒരു ടീമിനെ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലെ അസറ്റാണ് നമ്മുടെ ടീം. ആ ഒരു ടീം ഒരു ഡിസിപ്ലിൻ ഉള്ള ടീമായി കഴിഞ്ഞാൽ നമുക്ക് റെഗുലർ ആയിട്ട് വർക്ക് ഉണ്ടായിരിക്കും. ആ റെഗുലർ വർക്ക് നമ്മളെ റെഗുലർ ഇൻകത്തിലേക്ക് എത്തിക്കും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു ഡെയിലി ചലഞ്ച് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വർക്ക് ഏറ്റെടുക്കുക. ഡെയിലി ചലഞ്ച്, ഡെയിലി ഞാൻ ഒരാൾക്കെങ്കിലും പ്രോഗ്രാം കൊടുക്കും. ഇതായിരിക്കും നമ്മൾ ആദ്യത്തെ മോട്ടീവ്. ഡെയിലി ഞാൻ ഒരാൾക്കെങ്കിലും പ്രോഗ്രാം കൊടുക്കും. ഡെയിലി ഞാൻ ഒരാൾക്കെങ്കിലും ഒരു പ്രൊഡക്റ്റെങ്കിലും കൊടുക്കും. ഡെയിലി റീറ്റെയിലിംഗ്, ഡെയിലി വർക്ക് ചലഞ്ച് ചെയ്യാൻ ഒരു ചാർട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കെ. ഞാൻ ഒരാൾക്കെങ്കിലും ഡെയിലി പ്രോഗ്രാം കൊടുക്കും. നമ്മളെ വർക്കായിരിക്കാം, ടീമിന്റെ വർക്കായിരിക്കാം. ഒരാൾക്കെങ്കിലും ഒരു പുതിയ വ്യക്തി, ടീമിന്റെ താഴെയുള്ള ഒരാൾ പറയാണ്, ഞാൻ ഡെയിലി ഒരാൾക്ക് പ്രോഗ്രാം കൊടുക്കും. ഞാൻ ഡെയിലി ഒരാൾക്കെങ്കിലും ഒരു പ്രൊഡക്റ്റ്, അറ്റ്ലീസ്റ്റ് ഒരു പേസ്റ്റെങ്കിലും ഒരാൾക്കെങ്കിലും നമുക്ക് കൊടുക്കാം ഡെയിലി. കാരണം ഇതിലെ ഏറ്റവും തുടക്കത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റാണ്. റീറ്റെയിൽ പ്രോഫിറ്റ് അണ്ണാൻ മൂത്താലും മരക്കയറ്റം മറക്കരുതെന്ന് പറയില്ലേ. ഓരോ റാങ്കും നമുക്ക് റീറ്റെയിലിന് തടസ്സമല്ല. ഏത് വലിയ റാങ്ക് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അപ്പം ഡെയിലി നമ്മൾ റീറ്റെയിൽ ചെയ്യാം. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, നമ്മളെ ബിസിനസ് നമുക്കറിയാം, പല ആൾക്കാരും ബിസിനസിന്റെ സാധ്യത അറിയാതെ മാറി നിൽക്കുന്ന, ഇനാക്റ്റീവായി നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ചെയ്യാത്ത ആളുകളല്ല, ചെയ്ത് നിർത്തിയ ആളുകളാണ് ചെയ്യാത്ത ആളുകളേക്കാൾ വലിയ നെഗറ്റീവ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ടീമിൽ ഇനാക്റ്റീവിന്റെ എണ്ണം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ചെയ്ത് നിർത്തുന്ന ആളുടെ എണ്ണം കുറയ്ക്കാനുള്ളതാണ്. അപ്പൊ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ മിസ്റ്റേക്ക് കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് ചെയ്യാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. അവരെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഡെയിലി നമുക്ക് ഇനാക്റ്റീവായി നിൽക്കുന്ന ആളുകളെ വിസിറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. അതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഘടകം. നാലാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത്, ഡെയിലി നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, നമ്മൾ ആരും തന്നെ ബിസിനസ് പറയാം. ഞാൻ ഈ ബിസിനസ് വരുന്ന സമയത്ത് ആയുർവേദമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളാണ്. എന്റെ മക്കളെ പോലും ഞാൻ ആയുർവേദത്തിന്റെ പ്രൊഡക്റ്റ് കാണിക്കില്ല. പക്ഷെ ഇതിൽ വന്ന ശേഷം ആയുർവേദത്തെ കുറിച്ച് പഠിച്ചതും മനസ്സിലാക്കിയതും ഒക്കെ. അതേപോലെ എന്ത് ചെയ്യാം, നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാം നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. നമ്മളെ ബിസിനസ് പ്ലാൻ പറയാൻ വേണ്ടിയിട്ട്. പ്ലാൻ പറയാമെന്ന് വെച്ചാൽ നമുക്ക് ആധികാരികമായിട്ട് ലാപ്ടോപ്പ് വെച്ചിട്ടോ LED വാൾ വെച്ചിട്ടോ കാണുന്നില്ല. ബേസിക് ഞാൻ തുടങ്ങി പറഞ്ഞ പോലെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. അത് എങ്ങനെ വേണമെങ്കിലും, ഇപ്പൊ ഞാൻ ഇപ്പോഴും എന്റെ വണ്ടിയിൽ പോകുന്ന സമയത്ത്, ഇപ്പൊ ഞാനൊരു GTS എടുക്കുന്ന ദിവസമാണെങ്കിൽ രാവിലെ മുതൽ ഞാൻ സ്വയം പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, പ്രസന്റേഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനേക്കാൾ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഇന്ന് പല ആളുകൾക്കും ചെയ്യാത്തൊരു കാര്യമാണ്. നമുക്കറിയാം, നമ്മളെ ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്പാണ്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള നമ്മുടെ സൈറ്റ് ആണ്. ഇത് ഓപ്പൺ ചെയ്യാൻ പല ആൾക്കാർക്കും മടിയാണ്. ഇപ്പോഴും സ്വന്തം ID നമ്പർ അറിയാത്ത TC above ലീഡേഴ്സ് പോലുണ്ട്. ഒരു TC above ലീഡേഴ്സിന് സ്വന്തം ID നമ്പർ അറിയില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഷോപ്പ് തുറക്കുന്നില്ല എന്നാണ്. ഞാൻ വലിയൊരു സൂപ്പർ മാർക്കറ്റ് രാമനാട്ടിലെ തുടങ്ങി.
ആ സൂപ്പർ മാർക്കറ്റ് ഞാൻ എല്ലാ ദിവസവും അടച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ ആള് കയറും. നമ്മുടെ ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ചെയ്യണം. അപ്പൊ ഷോപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ID നമ്പർ പാസ്വേഡ് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. ഇന്ന് പല ലീഡേഴ്സിനും ID നമ്പറും പാസ്വേഡ് പോലും അറിയില്ല. അപ്പൊ നമ്മൾ ഷോപ്പ് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും? അപ്പൊ ഡെയിലി നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്ത് ഡാഷ്ബോർഡ് നോക്കിയിട്ട് നമ്മളെ ബ്രാഞ്ച് ഒന്നിലും ബ്രാഞ്ച് ഉണ്ട് എത്ര സെയിൽസ് കയറിയിട്ടുണ്ട് ഇത് നമ്മൾ വാച്ച് ചെയ്യണം. സെയിൽസ് ഒന്നും കയറിയില്ലെങ്കിൽ നമ്മൾ പരിശോധിക്കാം, ഇന്ന് എന്തുകൊണ്ട് എനിക്ക് സെയിൽസ് കയറിയില്ല, ഇന്നിപ്പോ എനിക്ക് ഇത്ര സെയിൽസ് കയറി, ഇത് എവിടെ നിന്നൊക്കെയാ സെയിൽസ് കയറിയത്, ഇങ്ങനെ നമ്മൾ വാച്ച് ചെയ്യാം. ഇപ്പൊ ഒരു ITs ഇപ്പൊ ബിജു സാറിനോ ശൈലജ് സാറിനോ ബെല്ലി സാറിനോ ഇപ്പൊ ഇത് എവിടുന്ന സെയിൽസ് കയറി നോക്കാനൊന്നും പറ്റില്ല. പക്ഷേ തുടക്കത്തിലുള്ള നമ്മളെപ്പോലുള്ള ലീഡേഴ്സിനെ ഒരു സെയിൽസ് അധികം ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സെയിൽസ് കയറിയിട്ടുണ്ടെങ്കിൽ ഇത് എവിടുന്ന കയറിയത്, നമ്മൾ വിചാരിച്ചത്ര സെയിൽസ് കയറിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് സെയിൽസ് കയറിയില്ല, ഇത് നമ്മൾ എന്നും ഇവാലുവേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അതിന് ഡെയിലി നമ്മളെ ഷോപ്പ് തുറക്കാം. അതിനേക്കാളൊക്കെ പ്രാധാന്യം ഡെയിലി വർക്ക് ചെയ്യുന്നതിൽ നമ്മൾ ഡെയിലി ഒരു ഗോള് സെറ്റ് ചെയ്യാം, അതായത് ഡെയിലി ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഈ ബിസിനസ്സിലൂടെ വലിയ ഉയരങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റും. ഇതിൽ സക്സസ് ആയ ആളുകൾ ചെയ്ത കാര്യങ്ങൾ എത്രയേ ഉള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾ വൃത്തിയായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഈ ബിസിനസ്സിലൂടെ വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റും.